ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. ന്യൂസിലേക്ക് സ്വാഗതം. എന്തായാലും കാലവർഷം എത്തി മഴ എല്ലാ സംസ്ഥാനത്തിലെ 14 ജില്ലകളിലേക്കും മഴക്കാലമാകുന്ന ഒരു സാഹചര്യമുണ്ട്. പല ജില്ലകളിലും അലർട്ട് പ്രഖ്യാപിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. എന്തായാലും ഇന്ന് ഈ മഴയിൽ ഒരു വലിയ ശമനമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഒന്നും അത്ര വലിയ മഴ പെയ്തില്ല. പക്ഷേ വടക്കൻ കേരളത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ ഇവിടെ താരതമ്യേന ഗണ്യമായ മഴ ലഭിച്ചു എന്നുള്ള റിപ്പോർട്ട് തന്നെയാണ് പുറത്തു വരുന്നത്. ഈ മഴ വാർത്തകൾ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ചൂട് കുറഞ്ഞു മഴയിലേക്കൊക്കെ സംസ്ഥാനം വരുമ്പോൾ തന്നെ തിരഞ്ഞെടുപ്പ് ചൂടിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നാളെയാണ് കഴിഞ്ഞ ഒരു 4-5 മാസക്കാലമായിട്ടുള്ള കാത്തിരിപ്പിന് ശേഷം ആ തിരഞ്ഞെടുപ്പിൻ്റെ ചൂടിൻ്റെ അവസാന ഘട്ട ലാപ്പിലേക്ക് നാളെ വിധി അറിയുകയാണ്. എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ വരുമ്പോൾ കേന്ദ്രത്തിൽ BJP സർക്കാർ തന്നെ അധികാരത്തിലെത്തും. 356 സീറ്റുകളുടെ ഗംഭീര ഭൂരിപക്ഷത്തിലൊക്കെ എത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെ BJP നിൽക്കുന്നു. പക്ഷേ 400 സീറ്റ് എന്ന BJPയുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയില്ല എന്നുള്ള ഇന്ത്യ ടുഡേ അടക്കം മറ്റു പ്രധാനപ്പെട്ട NDTVയുടെ അടക്കം ന്യൂസ് 18 അടക്കം പ്രധാനപ്പെട്ട സർവേകളിലെല്ലാം ഇത്തരത്തിലുള്ളൊരു നിഗമനം തന്നെയായിരുന്നു വന്നത്. എന്തായാലും തിരഞ്ഞെടുപ്പ് വിജയമുറപ്പായതോടുകൂടി BJP സർക്കാർ അടുത്ത സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾക്ക് കോപ്പ് കൂട്ടുന്നു എന്നുള്ള ഒരുക്കം കൂടി ഇതോടൊപ്പം വരികയാണ്. എന്തായാലും രാഷ്ട്രപതി ഭവനിൽ ടെൻഡർ ഈ അലങ്കാരം BJP സർക്കാരിൻ്റെ 3ാം BJP സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള അലങ്കാരപ്പണികൾ തുടങ്ങുന്നതിന് ഇപ്പോഴേ ടെൻഡർ ക്ഷണിച്ചു എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഔദ്യോഗികമായി വരുന്നതിന് മുമ്പ് തന്നെയാണ് ഇത്തരത്തിൽ 3ാം മോദി സർക്കാരിൻ്റെ മുന്നൊരുക്കങ്ങൾ തുടങ്ങുന്നത്. എന്തായാലും തിരഞ്ഞെടുപ്പ് ഫലം വന്നാൽ ഉടൻ തന്നെ സത്യപ്രതിജ്ഞ, ഈ മാസം അവസാനത്തോടു കൂടി തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് കടക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ BJP ആലോചിക്കുന്നുണ്ട്. രാഷ്ട്രപതി ഭവൻ അലങ്കരിക്കുന്നത് ആവശ്യമായ പുഷ്പങ്ങളും ചെടികളും സപ്ലൈ ചെയ്യുന്നതിനുള്ള ടെൻഡർ ആരംഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും സവിശേഷത. ഏകദേശം 21 ലക്ഷം രൂപയുടെ പുഷ്പങ്ങളും ചെടികളുമാണ് ഈ അലങ്കാരത്തിന് ആവശ്യമായി വരുന്നത്. ടെൻഡർ ആർക്കൊക്കെയാണ് എന്ന തീരുമാനങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാൽ കരാർ ലഭിക്കുന്നതിന് തീരുമാനങ്ങളായിട്ടുണ്ട് എന്നുള്ളതാണ് വരുന്ന വാർത്ത. എക്സിറ്റ് പോൾ ഫലങ്ങൾ തന്നെയാണ്. എക്സിറ്റ് പോള് കേരളത്തിൻ്റെ തീരുമാനങ്ങളിലേക്ക് കടക്കുമ്പോൾ, ഇലക്ഷൻ സാഹചര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ UDF തൂത്തുവാരുമെന്ന ഉള്ള എക്സിറ്റ് പോളായിരുന്നു മനോരമയടക്കം ന്യൂസ് 18 അടക്കം NDTVയും ഇന്ത്യ ടുഡേയും CNN അടക്കമുള്ള ഈ സർവേകളിലൂടെ നമുക്ക് വ്യക്തമായി കണ്ടത്. എന്തായാലും 17 സീറ്റുകളിലേക്ക് UDF വിജയിച്ചു കയറുന്ന സാധ്യതയാണ് പ്രവചിക്കപ്പെടുന്നത്. ഈ 17 സീറ്റുകൾ UDF നേടുമ്പോൾ ഇവിടെ 1-2 സീറ്റുകൾ BJP അക്കൗണ്ട് തുറക്കുമെന്ന സാധ്യതയുമുണ്ട്. ഇത് തിരുവനന്തപുരവും തൃശ്ശൂരുമാണ് പ്രധാനപ്പെട്ട പറയുന്നത്. സുരേഷ് ഗോപി മത്സരിച്ച 3ാം തവണയും അംഗത്തിന് ഒരു തവണ ലോക്സഭയിലേക്കും 2ാം തവണ നിയമസഭയിലേക്കും വീണ്ടും ഒരു അംഗത്തിലൂടെ ലോക്സഭയിലേക്ക് ഇറങ്ങിയായിരുന്നു ഒരു ഭാഗ്യപരീക്ഷണം നടത്തിയത്. ഈ 3ാം പരീക്ഷണത്തിൽ ഒരുപക്ഷെ വിജയിച്ചു കയറാനുള്ള സാധ്യത കൂടി പ്രവചിക്കുകയാണ്. തൃശ്ശൂർ സുരേഷ് ഗോപിക്കൊപ്പമാണ് എന്നുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. ഈ ഒരു സാഹചര്യത്തിൽ BJP വലിയ മുന്നൊരുക്കങ്ങളാണ് നടത്തുന്നത്. സുരേഷ് ഗോപി വിജയിച്ചു കയറുമെങ്കിൽ ഒരു മന്ത്രിയോ കേന്ദ്രമന്ത്രിയോ സഹമന്ത്രിയോ ആകാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. കാരണം അത്തരത്തിലൊരു തീരുമാനം BJP മുമ്പേ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം അദ്ദേഹം MP ആയിരുന്ന കാലഘട്ടത്തിലുള്ള പ്രവർത്തനങ്ങൾ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിനുള്ള സാധ്യതയും കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നിന്ന് ഒരു കേന്ദ്രമന്ത്രി 1-2 കേന്ദ്രമന്ത്രിമാരും സഹമന്ത്രിമാരും ഉണ്ടാകുമെന്നുള്ള കാര്യവും വ്യക്തമാണ്. കാരണം സുരേഷ് ഗോപിയും തൃശ്ശൂർ നിൽക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖറും വിജയസാധ്യതയുള്ള മറ്റൊരു മണ്ഡലമാണ് തലസ്ഥാനം. തിരുവനന്തപുരം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖറും വിജയിച്ച് കയറുമെന്നുള്ള ഒരു എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി ഈ ഒരു അവസരത്തിൽ എത്തുകയാണ്. പക്ഷേ CPMനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ പോരാട്ടമാണ്. കേവലം 5 സീറ്റുകൾ വരെ നേടുമെന്ന് പാർട്ടി പറയുമ്പോൾ പോലും ഇവിടെ CPMന് ഗണ്യമായിട്ട് സീറ്റ് കുറയാനുള്ള സാധ്യതയുമുണ്ട്. ഒരു സീറ്റ് പോലും കിട്ടത്തില്ല തുടങ്ങിയ കണക്കുകൂട്ടലുകളാണ് ഈ പ്രവചനത്തിൽ മാറിയും തിരിഞ്ഞും വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി മറ്റു വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യങ്ങൾ സംസ്ഥാനത്ത് ഒട്ടേറെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ വലിയ ക്ലസ്റ്ററുകൾ തിരിച്ചുകൊണ്ടുള്ള ഒരു ക്യാമ്പയിനുകൾ തുടക്കമിടുകയാണ്. ഡെങ്കിപ്പനി പടരുമ്പോൾ പ്രതിരോധിക്കാൻ കൊതുകുനീതമായ ഗപ്പി വളർത്തലിന്, കൊതുകിനെ നശിപ്പിക്കുന്ന ഗപ്പിയെ വളർത്താനുള്ള തീരുമാനങ്ങളൊക്കെ ഈ ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്നു. സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലെ ഹാച്ചറികൾ പലതും ഇല്ലാതായത് കാരണമാണ് ഈ ഗപ്പി വളർത്തൽ ഇപ്പോൾ നിലയ്ക്കാനുണ്ടായ സാഹചര്യം ഉണ്ടായത്. എന്തായാലും
ഗപ്പി വളർത്തലിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരണമെന്നൊക്കെയുള്ള ആവശ്യങ്ങളാണ് മറ്റൊരു ഘട്ടത്തിൽ ഉയരുന്നത്. തിരഞ്ഞെടുപ്പിൽ നാളെ വിധി പറയുമ്പോൾ അന്തിമ വിധി നാളെ പുറത്തു വരുമ്പോൾ കോൺഗ്രസ്, ഈ ഇന്ത്യ സഖ്യവും കോൺഗ്രസും ഒക്കെ വലിയ ചർച്ചയായി മാറുകയാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ഈ കോൺഗ്രസിൻ്റെ ഒരു കുതിച്ചുകയറ്റം എത്രത്തോളം തടയിടാൻ BJP ശ്രമിച്ചു എന്നുള്ളതൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടതാണ്. എന്തായാലും 100 സീറ്റ് വരെ വിജയപ്രതീക്ഷ കോൺഗ്രസ്, കേവലം 100 സീറ്റ് വരെ നേടുമെന്നാണ് BJPയുടെ ഒരു കോൺഗ്രസിൻ്റെ ഒരു ആത്മവിശ്വാസം. ഇതിന് തടയിടാൻ ഏതെല്ലാം മണ്ഡലങ്ങളിൽ മുന്നൊരുക്കങ്ങൾ നേരത്തെ നടത്തി, എന്തൊക്കെ മാസ്റ്റർ പ്ലാൻ നടത്തി എന്നുള്ളതൊക്കെ BJP ഒരുക്കിയത്. എന്നാലും ഹിന്ദി ഹൃദയഭൂമിയായ വടക്കൻ സംസ്ഥാനങ്ങളിലും തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ BJP ശക്തമായ സ്ഥാനാർത്ഥികളെ തന്നെ ഇറക്കിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ ഇമ്പാക്റ്റ് ആയിരുന്നു കേരളത്തിലും ഈ വിജയ സാധ്യത ആദ്യമായി പ്രവചിക്കപ്പെടുന്നത്. തമിഴ്നാട്ടിലും നോക്കുകയാണെങ്കിൽ ശക്തമായ സ്ഥാനാർത്ഥികളെ തന്നെ നിർത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അണ്ണാമലയെ ഉൾപ്പെടെയുള്ളവർ, കന്യാകുമാരിയിൽ അണ്ണാമലയെ ഉൾപ്പെടെയുള്ളവരെ നിർത്തിയ സാഹചര്യങ്ങളൊക്കെ നമ്മൾ അണ്ണാമലയെ നടത്തിയ യാത്ര ഉൾപ്പെടെ BJPയുടെ വലിയൊരു യാത്ര ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ശക്തമായ സ്ഥാനാർത്ഥികളെ തമിഴ്നാട്ടിൽ മുന്നോട്ട് നിർത്തി. ഇനി കർണാടകയിലാണെങ്കിലും വലിയൊരു കരുത്ത് തന്നെയാണ് ഈ BJP നിരയിലുള്ളത്. ഒരുപക്ഷെ കർണാടകയിലൊക്കെ കഴിഞ്ഞ സർക്കാരിൻ്റെ ഒരു വിലയിരുത്തൽ കൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണുമെന്നുള്ളതും നമ്മൾ വ്യക്തമാക്കുകയാണ്. എന്തായാലും UP ഉൾപ്പെടെ, ബീഹാർ ഉൾപ്പെടെ, അതുപോലെ തന്നെ മധ്യപ്രദേശും ഗുജറാത്തും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെല്ലാം BJPക്കൊപ്പം നിൽക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ചില റിസൾട്ടുകളും കണ്ടു. BJPക്കൊപ്പം നിൽക്കുന്ന സാഹചര്യങ്ങളാണ് പലയിടത്തുമുള്ള. അരുണാചൽ ഉൾപ്പെടെ നമ്മൾ മുന്നിൽ കണ്ട നിയമസഭാ സാധ്യതകൾ. അതുകൊണ്ടൊക്കെ തന്നെ BJPക്ക് ഗുണം ചെയ്യുന്ന തെരഞ്ഞെടുപ്പായിട്ടാണ് BJP വൃത്തങ്ങൾ ഇതിനെ കാണുന്നത്. ഇനി മറ്റ് വാർത്തകളുമായിട്ട് അടുത്ത മണിക്കൂറിൽ തിരികെ എത്താം. അതുവരെ നന്ദി, നമസ്കാരം. സെമി ഓട്ടോമാറ്റിക്, ഫുള്ളി ഓട്ടോമാറ്റിക്, ഫ്രണ്ട് ലോഡ്, ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീന്റെ വൈഡ് റേഞ്ച് അല്ലേ മൈജിയിൽ. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.